അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹമുള്ള സഹോദരന്മാരെ, വിശ്വാസികളെ, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിയാദുസ് സാലിഹീനിൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്വഭാവ മേഖലയിലെ നാം ഏവരും വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഹദീസുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് കേൾക്കുവാനും വായിക്കുവാനുമുള്ളത് ബാബു തഹ്രീമി ഇഹ്തിഖാരിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ നിന്ദിച്ച് സംസാരിക്കുന്നത് നിഷിദ്ധമാണ് എന്നതിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായമാണ്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ തഹ്രീം എന്ന് പറഞ്ഞാൽ ഹറാമാണ്, നിഷിദ്ധമാണ്. ഇഹ്തിഖാർ എന്ന് പറഞ്ഞാൽ നിസ്സാരമാക്കുക, നിന്ദിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളായ ആളുകളെ നിന്ദിച്ച് സംസാരിക്കുന്നതിൻ്റെ അല്ലെങ്കിൽ അവരെ നിന്ദിക്കുന്നതിൻ്റെ, നിസ്സാരമാക്കുന്നതിൻ്റെ ഗൗരവം അത് പറയുന്ന അധ്യായമാണ് ഇന്ന് നമുക്ക് കേൾക്കുവാനുള്ളത്. ഖാല അല്ലാഹു തആല അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം യാ അയ്യുഹല്ലദീന ആമനൂ ലാ യസ്ഖർ ഖൗമുൻ മിൻ ഖൗമിൻ അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും ولا نساء من نساء عسى أن يكن خيرا منهن ولا تلمزوا أنفسكم ولا تنابزوا بالألقاب بئس الاسم الفسوق بعد الإيمان ومن لم يتب فأولئك هم الظالمون. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ രീതി അനുസരിച്ച് അദ്ദേഹം ഒരു അധ്യായം നൽകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതാനും ആയത്തുകൾ ഉദാഹരണമായി പറയാറുണ്ട്. ഈ അധ്യായത്തിൽ 2 ആയത്തുകളാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് സൂറത്തുൽ ഹുജറാത്തിലെ ഇപ്പോൾ നിങ്ങൾ കേട്ട 11ാമത്തെ സൂക്തം. അള്ളാഹു ഇതിൽ പറയുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടുള്ള അഭിസംബോധനയാണ്. വിശുദ്ധ ഖുർആനിൽ എപ്പോഴും മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടുള്ള സംബോധന, അത് വിശ്വാസികളായ ആളുകൾ അതിലേക്ക് കണ്ണും കാതും ഖൽബുമൊക്കെ കൊടുത്ത് വളരെ ശ്രദ്ധയോടെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം അള്ളാഹു നമ്മോട് പറയുന്നു എന്ന നിലക്ക് അതിലേക്ക് ശ്രദ്ധിക്കുവാനുള്ള വിളിയാണത്. സ്നേഹത്തോടെയുള്ള വിളിയാണത്. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ. ലാ യസ്ഖർ ഖൗമുൻ, ഒരു ജനതയും പരിഹസിക്കരുത്. ഒരു ജനതയും പരിഹസിക്കരുത്. മിൻ ഖൗമിൻ, മറ്റൊരു ജനതയെയും, ഒരു ജനതയും മറ്റൊരു ജനതയെ പരിഹസിക്കരുത്. അസാ അൻ യകൂനു, ഈ പരിഹസിക്കപ്പെടുന്ന ആളുകളായേക്കാം ഖൈറം മിൻഹും, ഇവരേക്കാൾ ഉത്തമരായവർ. അഥവാ പരിഹസിക്കുന്നവരേക്കാൾ ഒരു വേള ഈ പരിഹസിക്കപ്പെടുന്നവർ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമരായേക്കാം. അതുപോലെ തന്നെ വലാ നിസാഉൻ, സ്ത്രീകളും പരിഹസിക്കരുത്. മിൻ നിസാഇൻ, മറ്റു സ്ത്രീകളെ. അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുന്ന, പരിഹസിക്കപ്പെടുന്ന ആ സ്ത്രീകൾ പരിഹസിക്കുന്ന സ്ത്രീകളെക്കാൾ ഉത്തമരായേക്കാം. വലാ തൽമിസൂ അൻഫുസകും, നിങ്ങളെ തന്നെ കുറവാക്കി സംസാരിക്കരുത്. വലാ തനാബസൂ ബിൽ അൽഖാബ്, നിങ്ങൾ പരസ്പരം കുറ്റപ്പേരുകൾ, ഇരട്ടപ്പേരുകൾ കൊണ്ട് സംസാരിക്കരുത്. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ്, തെമ്മാടിത്തം എന്നുള്ള, അല്ലെങ്കിൽ ഒരാൾ തെമ്മാടിയാവുക എന്നുള്ള ഒരു നാമം ഒരാൾക്ക് ലഭിക്കുക എന്നുള്ളത് എത്ര ചീത്തയാണ്. ബഅദൽ ഈമാൻ, വിശ്വാസിയായതിൻ്റെ ശേഷം ഒരാൾ ഫാസിഖാവൽ എത്ര ചീത്തയാണ്. വമൻ ലം യതുബ്, ആര് പശ്ചാത്തപിക്കുന്നില്ലയോ, ഫഉലൈക, അപ്പോൾ അക്കൂട്ടർഹും, അവർ തന്നെയാണ് അല്ലാലിമൂൻ, അക്രമികൾ. ഇതാണ് ഇതിൻ്റെ നേർക്കുനേരെയുള്ളൊരു പരിഭാഷ. നമ്മൾ വിശുദ്ധ ഖുർആനിൻ്റെ ഈ ആയത്തുകളൊക്കെ പല ഇടങ്ങളിൽ നിന്നും നമ്മൾ കേൾക്കുന്നതാണ്. നമ്മുടെ അധ്യായവുമായി കണക്റ്റഡായ ചില കാര്യങ്ങൾ
നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് മാത്രം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുകയാണ്. ഒന്നാമത്തെ നിർദ്ദേശം, നിങ്ങൾ ആണുങ്ങളോടും പെണ്ണുങ്ങളോടും, ലാ യസ്ഖർ ഖൗമുൻ എന്ന് പറഞ്ഞാൽ തന്നെ, ഖൗമ് എന്ന് പറഞ്ഞാൽ തന്നെ ആണും പെണ്ണും ഒക്കെ പെട്ടു. പിന്നെ അത് ആണുങ്ങളെ മാത്രവും പ്രത്യേകിച്ച് സ്ത്രീകളെ പ്രത്യേകം എടുത്തു പറയുമ്പോഴാണ് അതിൽ ആദ്യത്തെ പ്രയോഗത്തിൽ അവർ പെട്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുക. ആ കരീനത്ത് കൊണ്ട്, ആ സാഹചര്യ തെളിവ് കൊണ്ട്. അതല്ലെങ്കിൽ വിശുദ്ധ ഖുർആനിൽ ഖൗമ് പ്രയോഗിക്കലൊക്കെ ആണുങ്ങളോടും പെണ്ണുങ്ങളോടുമൊക്കെയാണ്. മഹാരഥന്മാരായ പ്രവാചകന്മാർ അവരുടെ ജനങ്ങളോട് യാ ഖൗമി എന്നൊക്കെ പറയുമ്പോൾ അത് ആണുങ്ങളോട് മാത്രമല്ല, ആണുങ്ങളോടും പെണ്ണുങ്ങളോടും ഒക്കെ തന്നെയുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളൊക്കെ. അപ്പോൾ ഇത് വ്യാഖ്യാനിക്കുന്ന മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നുണ്ട്, ഇവിടെ ഖൗമ് എന്ന് പറഞ്ഞിട്ട് പിന്നെ നിസായിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറഞ്ഞത് എന്താണ്, എന്തുകൊണ്ടായിരിക്കാം? കാരണം സാധാരണഗതിയിൽ അവരുടെ കാര്യം ഇതിൽ പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട് എന്നാണ്. കാരണം സ്ത്രീജനങ്ങൾക്കിടയിൽ പരിഹാസത്തിൻ്റെ ശതമാനം ഏറെ കൂടുതലുണ്ട്. അതുകൊണ്ട് അവരുടേതൊന്ന് സ്പെഷ്യൽ തന്നെ പറയണം എന്നുള്ള പ്രാധാന്യം കൊണ്ടാണ് അങ്ങനെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അല്ലെങ്കിൽ ഒരു ജനത മറ്റൊരു ജനതയെ പരിഹസിക്കരുതെന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ആരും പെടും. ഖൗമ് എന്ന് പറയുമ്പോൾ ഒരു സമൂഹം, ജനത എന്നൊക്കെ പറയുമ്പോൾ അതിൽ ദുക്കൂറും ഇനാസും, പുരുഷന്മാരും സ്ത്രീകളും ഒക്കെ പെടും അതിൽ. പിന്നെ ഇത് സെപ്പറേറ്റ് പ്രത്യേകം എടുത്ത് പറഞ്ഞതെന്തുകൊണ്ടാണ്? ആ ഗൗരവം സ്ത്രീജനങ്ങളും പ്രത്യേകം ഉൾക്കൊള്ളട്ടെ, കാരണം അവർക്കിടയിലും ഇത് വല്ലാതെ നിലനിൽക്കുന്നു, നടമാടുന്നു എന്നുള്ളത് കൊണ്ടാണ് എന്ന് ഇത് വിശദീകരിക്കുന്നിടത്ത് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറഞ്ഞു കാണുന്നു. എന്തായിരുന്നാലും പരിഹാസത്തെക്കുറിച്ചാണ് ആ പറയുന്നത്. പരിഹാസവും ഈ അധ്യായമായിട്ടുള്ള ബന്ധം എന്താണ്? ഒരാളെ പരിഹസിക്കുമ്പോൾ എന്താ അവിടെ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് പരിഹസിക്കുന്നത്? അത് അയാളെ നിസ്സാരനാക്കുന്നത് കൊണ്ടാണ്. എൻ്റെ അത്രയൊന്നും അയാൾ പോരാ, ഞാൻ ഉഷാറാണ്, അയാൾ ഉഷാറല്ല എന്നുള്ളതാണ്. അതന്നെ ഇഹ്തിഖാർ. അതാണ് അധ്യായത്തിൻ്റെ പേരും, തഹ്രീമു ഇഹ്തിഖാറിൽ മുസ്ലിമീൻ. മുസ്ലിമീങ്ങളെ എന്ത് ചെയ്യാണ്? നിസ്സാരമായി കാണുക. അപ്പം നിസ്സാരമായി കാണൽ പരിഹാസത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്തു പറഞ്ഞത്. നമുക്കറിയാം, അത് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ ചുരുക്കി പറഞ്ഞ ചില വ്യാഖ്യാനങ്ങൾ മാത്രം നമ്മൾ മനസ്സിലാക്കുക. അത് ഈ പരിഹാസം എന്ന് പറയുന്നത് മനുഷ്യന്മാർ അവരുടെ ശരീരത്തിൻ്റെ രൂപം പറഞ്ഞുകൊണ്ട് പരിഹസിക്കാറുണ്ട്. മനുഷ്യ ശരീരത്തിൻ്റെ ബോഡി, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ബോഡി ഷെയ്മിങ് എന്ന് ഇന്ന് വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നൊരു മാറ്റർ. വിശുദ്ധ ഖുർആൻ ഏത് കാലത്തും എക്കാലത്തും വളരെ ഗൗരവത്തോടുകൂടെ കൈകാര്യം ചെയ്തിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അത് ഒരാളുടെ ഉയരക്കുറവ്, അല്ലെങ്കിൽ തൂല്, ഒരാൾ ഉയരമുണ്ട്, വളരെ ഉയരമുള്ള ഒരാളാണ്, അയാളെ നീളത്തെക്കുറിച്ച് പരിഹസിക്കുക. അല്ലെങ്കിൽ പൊക്കക്കുറവിനെ പരിഹസിക്കുക. ഔ ലഹാമ, അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര തടിമാടനാണ്, തടിയുണ്ട് എന്ന് പറയാം. ഔ നഹാഫത്ത്, ഒരാളുടെ ശരീരത്തിൻ്റെ മെലിഞ്ഞ പ്രകൃതാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ട് ഔ മാഷ്ബഹദാലിക്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതേപോലെയുള്ള ഏത് കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പരിഹാസങ്ങൾ ഉണ്ടാകും. അല്ലെങ്കിൽ അയാളുടെ സംസാരം, അല്ലെങ്കിൽ ഒരാളുടെ നടത്തത്തെ അനുകരിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ ഇടപെടലിനെ അനുകരിക്കുക. ഇതൊക്കെ ഏത് വിഷയത്തിൽ ഒരാളുടെ വാക്കിലോ പ്രവൃത്തിയിലോ അല്ലെങ്കിൽ അയാളുടെ സ്വഭാവത്തിലോ ഒക്കെ കാണുന്നതിനെ പരിഹസിക്കുന്ന ഉദ്ദേശത്തോടുകൂടെ ഒരാളെ ഇൻസൾട്ട് ചെയ്യുന്ന വിധത്തിൽ അയാളെ ഇകഴ്ത്തി സംസാരിക്കുന്ന, പരിഹസിക്കുന്ന രീതി, അത് അയാളെ ഇഹ്തിഖാർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ അലാമത്താണ്. അതുകൊണ്ടാണ് ആദ്യം തന്നെ ശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞത്, ഒരു ജനതയും മറ്റൊരു ജനതയെ പരിഹസിക്കരുത്, അതാണായാലും പെണ്ണായാലും പറ്റൂല. ഇനി അതിൻ്റെ കാരണം പറയണേ, എന്ത് നിലക്കായി പരിഹസിക്കുന്നത്? എന്താ പരിഹസിക്കാൻ മാത്രം നിനക്കെന്താ കോപ്പുള്ളത്? നിൻ്റെ കയ്യിൽ എന്താണ് ഇത്ര വലിയ മഹത്തുള്ളത്? പരിഹസിക്കപ്പെടുന്ന വ്യക്തികൾക്കായിരിക്കാം അള്ളാഹുവിൻ്റെ അടുക്കൽ അത്യുന്നതമായ വിലയുള്ളത്. അവരായിരിക്കും ഈ പരിഹസിക്കുന്നവനേക്കാൾ ഖൈറായവർ. കാരണം ഒരാളിലുള്ള ഖൈറ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂല. നമുക്ക് പ്രകടമായ അടയാളങ്ങളല്ലേ അറിയാൻ പറ്റുള്ളൂ. ഒരാളുടെ വേഷം നോക്കിയിട്ട് ഒരാളെ വിലയിരുത്താവോ? ഒരാളുടെ മറ്റേതെങ്കിലും ശരീരപ്രകൃതം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപങ്ങളിലേക്ക്, ശാരീരികമായ നിങ്ങളുടെ വേഷവിധാനങ്ങളിലേക്ക്, ഇതൊന്നുമല്ല അള്ളാഹു നോക്കുന്നത്, മറിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. ഹൃദയം അറിയാവുന്നവൻ അല്ലാഹ് മാത്രമാണ്. അപ്പം അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബ് അവനാണ് അത് അറിയുന്നവൻ. അവൻ്റെ അടുക്കൽ ആരാണ് ഖൈറുള്ളത്, അവൻ്റെ അടുക്കൽ ആർക്കാണ് വിലയുള്ളത്, അത് അള്ളാഹുവിനെ അറിയൂ. നിങ്ങളെന്ത് കണ്ടിട്ടാണ് ഒരാളെ ഇകഴ്ത്തി സംസാരിക്കുന്നത്? ഒരാളെ നിങ്ങൾ നിസ്സാരനായി കാണുന്നത് സമ്പത്തിൻ്റെ പേരിലാണോ, സൗന്ദര്യത്തിൻ്റെ പേരിലാണോ, മറ്റേതെങ്കിലും മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ടാണോ? ഈ മാനദണ്ഡങ്ങളൊന്നുമല്ലല്ലോ ഒരാളിൽ ഖൈറുള്ളതിൻ്റെ അടയാളം. ഇന്ന അക്രമക്കും ഇൻദല്ലാഹ് അത്ഖാക്കും, അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും മാന്യൻ, നിങ്ങളിൽ ഏറ്റവും സൂക്ഷ്മതയുള്ളവനാണ്, തഖ്വയുള്ളവനാണ്. അതെങ്ങനെ നമുക്ക് മനസ്സിലാവുക? അയാൾ തഖ്വണ്ടോ മുത്തഖിയാണോ എന്ന് നമുക്ക് തിരിയൂല. മറിച്ച് അത്തഖ്വ ഹാഹുന, ഇവിടെയാണ് തഖ്വ എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ അശാറ ഇലാ സദ്രിഹി, തൻ്റെ നെഞ്ചിലേക്ക് ചൂണ്ടി എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. അതറിയുന്നവൻ യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ, ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരാളുടെ ബാഹ്യം നോക്കിയിട്ട് ഒരാളെ വിലയിരുത്തിയിട്ട് അയാളെ പരിഹസിക്കാൻ യാതൊരു വകുപ്പുമില്ല. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് അത്യുന്നതമായ പദവി ഉണ്ടായേക്കാം. ഇതാണ് ചുരുക്കി നമുക്ക് ആ വിഷയത്തിൽ മനസ്സിലാക്കാനുള്ളത്. തുടർന്നുകൊണ്ട് പറയുന്നത് എന്താണ്? വലാ തൽമിസു അൻഫുസക്കും,
നിങ്ങൾ നിങ്ങളെ തന്നെ എന്ത് ചെയ്യരുത്, കുറവാക്കി സംസാരിക്കരുത്. ലമസ ശുദ്ധ ഖുർആനിൽ ഇനി നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ വൈലുൽ ലികുല്ലി ഹുമസ, അടുത്ത ആയത്ത് അതാണ് പറഞ്ഞത്. വൈലുൻ നാശം, ലികുല്ലി ഹുമസത്തിൻ ലുമസത്തിൻ. ഹുമസത്ത് ലുമസത്ത് ഏതാണ്ടൊക്കെ ഒരേ ഉദ്ദേശത്തിലാണ്. പിന്നെ അതിൻ്റെ വിശദ തലങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. അത് ചിലത് ഹുമസത്ത് എന്ന് പറഞ്ഞ ഒരാളുടെ വാക്കിനെ കുറിച്ച് പറയുന്ന പരിഹാസമാണ്, ലുമസത്ത് എന്ന് പറയുന്നത് അയാളുടെ പ്രവൃത്തിയെക്കുറിച്ചാണ് എന്നൊക്കെ വ്യത്യസ്ത വീക്ഷണങ്ങളൊക്കെ പണ്ഡിത ലോകത്തുണ്ട്. എന്തായിരുന്നാലും ഹുമസത്തും ലുമസത്തും ഒരാളെ കുറവാക്കി സംസാരിക്കലാണ് രണ്ടും. ഹമ്മാസ് ശുദ്ധ ഖുർആനിൽ പ്രത്യേകം എടുത്ത് പറഞ്ഞു കാണാം ആ സ്വഭാവമുള്ള ആളുകളെ. ഹമ്മാസ് ധാരാളമായി അങ്ങനെ കുത്തി പറയുന്ന ആളുകൾ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വലാ തെൽമിസു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ കുറവാക്കരുത്. ഒരാളെ കുറവാക്കി സംസാരിക്കുക, മോശമാക്കി സംസാരിക്കുക, നിന്ദിച്ച് സംസാരിക്കുക, അവന് ഞാൻ ആ നിലക്കുള്ള ഏതെങ്കിലും ഒരാളിലുള്ള കുറവുകൾ കാണിച്ചിട്ട് അയാളെ ആ നിലക്ക് ഒന്നുമല്ലാതാക്കി തീർക്കുന്ന ഒരു രീതി. നിങ്ങളെ തന്നെ അത് ചെയ്യരുത് എന്ന് പറയുന്നിടത്ത് ആരെങ്കിലും ഒരാൾ, നമ്മളിപ്പോൾ നമ്മളെ തന്നെ കുറവാക്കൂലല്ലോ, പിന്നെന്താ അള്ളാഹു അങ്ങനെ പ്രയോഗിച്ചത്? വലാ തെൽമിസു അംഫുസക്കും എന്നാണല്ലോ പറയുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെ കുറവാക്കരുത്. അതായത് അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറഞ്ഞു, വിശ്വാസികൾ തമ്മിലുള്ള ആ ഉഹുവത്തിൻ്റെ പ്രാധാന്യമാണ് അവിടെ പ്രത്യേകം എടുത്ത് പറയുന്നത്. കാരണം ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്, ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജസദിൻ വാഹിദിൻ, ഒരൊറ്റ ബോഡി പോലെയാണ്. വിശ്വാസികൾ പരസ്പരം ഒരു ശരീരം പോലെയാണ്. ശരീരത്തിൻ്റെ ഒരു പാർട്ടിന് വല്ല അസുഖവും ബാധിച്ചാൽ ശരീരത്തിൻ്റെ മറ്റു പാർട്ടുകൾ അതിനോട് ഐക്യദാർഢ്യം കാണിക്കുന്നു. ഒരു ഭാഗത്ത് മുറിവ് പറ്റിയാൽ ബോഡി മൊത്തം പനി വരും. മുറിവ് പറ്റിയിട്ടുള്ളത് ഒരു വിരലിൻ്റെ തുഞ്ചത്തായിരിക്കാം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കാം ചെറിയൊരു പഴുപ്പോ വ്രണമോ വന്നിട്ടുള്ളത്. ബോഡി മൊത്തം പനിക്കും, ബോഡി മൊത്തം വിറയലുണ്ടാകും, അസുഖമുണ്ടാകും. അപ്പോൾ വിശ്വാസികൾ, ഒരാൾക്ക് എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന ഒരു ശരീരം പോലെയാണ്. അതുകൊണ്ട് മറ്റൊരാളെക്കുറിച്ച് പറയുന്നത് തന്നെക്കുറിച്ച് തന്നെ പറയുന്നതിന് സമാനമാണ്. ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം പണ്ഡിതന്മാർ പറഞ്ഞത്, നിങ്ങൾ ഒരാളെ കുറവാക്കി പറയുമ്പോൾ അത് കാരണം അയാൾ നിങ്ങളെയും കുറവാക്കും. അപ്പോൾ ഫലത്തിൽ എന്തായി? അയാൾ നിങ്ങളെയും കുറവാക്കി, അയാളെയും കുറവാക്കി. ഇപ്പം നിങ്ങൾ നിങ്ങളെ തന്നെ കുറവാക്കാൻ എന്തേ കാരണം? തുടങ്ങിയച്ചതാരാ? നിങ്ങൾ പറഞ്ഞു. ഏതുപോലെ നിങ്ങളിൽ ഒരാളും തൻ്റെ മാതാപിതാക്കളെ ചീത്ത പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചില്ലേ, ആരാ സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയാം? അപ്പോൾ അതിനെന്താ വിവരണം നൽകപ്പെട്ടത്? നിങ്ങൾ വേറൊരാളും ഉമ്മാക്കും വാപ്പാക്കും പറയുന്നു, അയാൾ തിരിച്ച് നിങ്ങളെ വാപ്പാക്കും ഉമ്മാക്കും പറയാൻ അത് നിമിത്തമാകുന്നു. അപ്പോൾ നിങ്ങളെ പറഞ്ഞത് കാരണമായി നിങ്ങളുടെ വാപ്പാനെയും ഉമ്മാനെയും നിങ്ങൾ പറയിപ്പിച്ചു. അവിടെ കാരണമായി മാറുകയാണ്. ഏതുപോലെ നിങ്ങൾ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പറയരുത്. ആ വിഷയത്തെ പറയരുത് നല്ല കേട്ടോ. അങ്ങനെ ചിലർ തെറ്റിദ്ധരിക്കാറുണ്ട്. ശിർക്കിനെ കുറിച്ചൊന്നും പറഞ്ഞുകൂടാ, അതാണ് ആ ഉദ്ദേശിക്കുന്നത്. നല്ല വലാ തസുബ്ബുല്ലദീന യദഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആ നിലക്കുള്ള ആ പ്രവൃത്തി, ആ രൂപത്തിലുള്ള ആ തെറി പറയുന്ന കാര്യമുണ്ടല്ലോ, അത് ചെയ്താൽ ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽമിൻ, അറിവില്ലാത്തവരെ അത് കാരണമായിട്ട് അള്ളാഹിനെ ചീത്ത പറയും. അപ്പോൾ അള്ളാഹിനെ ചീത്ത അറിയിച്ചത് നിങ്ങളാണ്. അപ്പോൾ അതിലേക്ക് പോകരുത്. അപ്പോൾ അതൊക്കെ നിമിത്തമായി മാറുന്നത് കൊണ്ടാണ്. ഒരാളെ പറഞ്ഞാൽ അത് സ്വന്തത്തെ തന്നെ പറയുന്നത് പോലെയാകും എന്നുള്ളത് കൊണ്ടാണ് എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരും ഉണ്ട്. അപ്പോൾ വലാ തെൽമിസു അംഫുസക്കും, നിങ്ങൾ നിങ്ങളെ കുറവാക്കി സംസാരിക്കരുത്. പിന്നെ പറഞ്ഞത് എന്താണ്? വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരസ്പരം ഇരട്ടപ്പേരുകൾ അല്ലെങ്കിൽ ദ്വയാർത്ഥമുള്ള പ്രയോഗങ്ങൾ, പരിഹാസനാമങ്ങൾ പറഞ്ഞുകൊണ്ട് കുത്തിപ്പറയരുത്. അതാണ് തനാബസ്, കുത്തിപ്പറയാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്ന കാലത്ത് ജാഹിലിയ കാലഘട്ടത്തിലുണ്ടായിരുന്ന ജനത അവർ തന്നെ പറയുന്നുണ്ട്, പല സഹാബിമാരും അത് പിൽക്കാലത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ വരുന്ന കാലത്ത് ഞങ്ങളിലെ ഏതാണ്ട് എല്ലാ ആളുകൾക്കും ഒരു 2-3 പേരില്ലാത്ത ആൾക്കാരുണ്ടായിരുന്നില്ല എന്നാണ്. 2-3 പേരിൽ വിളിക്കലുണ്ട്, ഒക്കെ ഇഷ്ടമല്ലാത്തതാണ്. സാധാരണ വിളി കേട്ടിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ ഒരിക്കൽ ഒരാളെക്കുറിച്ച് അങ്ങനെ അഭിസംബോധന ചെയ്തു എന്നാണ്. അപ്പോൾ ഒരു സഹാബി പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിൻ്റെ റസൂലെ, അയാൾക്കത് ഇഷ്ടമല്ല. അപ്പോൾ അള്ളാഹിൻ്റെ റസൂലിന് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൻ്റെ ഗൗരവം പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പേരുകളായിരിക്കും. ഈ പറഞ്ഞ രൂപത്തിൽ ഒരാളുടെ ശരീരപ്രകൃതം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ മറ്റേതെങ്കിലും കാര്യത്തിലേക്ക് ചേർത്തുകൊണ്ട് ഒരു കുറ്റപ്പേരുണ്ടാവും. ആ വിളി അയാൾ ഒരിക്കലും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഞാൻ ഇഷ്ടപ്പെടാത്തൊരു പേര് എന്നെ പറയാം, നിങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു പേരിൽ നിങ്ങളെ വിളിക്കാം, അത് പാടില്ല. അതാണ് അൽഖാബ്. അൽഖാബ് എന്ന് പറഞ്ഞാൽ തന്നെ ഓരോ പ്രത്യേക പേരുകളാണ്, പ്രത്യേക പേരുകൾ. അതാണ് ലഖബ്. അതിൽ നല്ലതും ഉണ്ടാവും, ചീത്തയുണ്ടാവും. നല്ല ലഖബുകളുണ്ട്, ഒരാളുടെ മഹത്വം അറിയിക്കുന്ന ലഖബുകളുണ്ട്. അത് മഹ്മൂദായ ലഖബാണ്. ലഖബ് 2 വിധമുണ്ട്, മദ്മൂമായതുണ്ട്, ആക്ഷേപാർഹമായതുണ്ട്, ഹറാമായതുണ്ട്, നല്ലതുമുണ്ട്. നല്ല വിധത്തിൽ ഒരാളെക്കുറിച്ചുള്ള നല്ല പേരുകൾ,
യഥാർത്ഥത്തിൽ ബാപ്പിയും മീട്ട പേരല്ലാത്ത വേറൊരു പേര് ഒരാൾക്ക് നൽകുകയാണ് നമ്മൾ എന്തിലൂടെ? ലഖബിലൂടെ നൽകുന്നത്. ബാപ്പിയും മീട്ട പേരല്ലത്, അയാൾക്ക് അയാളെ ബാപ്പിയും മീട്ടിട്ടുള്ള പേരല്ല നമ്മൾ അയാളെ അഭിസംബോധന ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെയുള്ള ഓരോ പേരുകളുണ്ടാകും ഓരോരുത്തർക്ക്. അയാൾക്ക് ആ പേര് കേൾക്കുന്നതേ ഇഷ്ടമല്ല. എന്നെ അങ്ങനെ വിളിക്കരുത് എന്ന് അയാൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടാവും, എന്നാലും വിളിക്കും. അത് വളരെ ഗൗരവമാണ് എന്നാണ് ഇസ്ലാം പറയുന്നത്, പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സഹാബിമാർക്കും നല്ല നല്ല സ്ഥാനപ്പേരുകൾ കൊടുത്തിട്ടുണ്ട്. അത് വിളിക്കുകയും ചെയ്യാം, വിളിക്കുകയും ചെയ്യാം, അത് അനുവദിക്കപ്പെട്ടതുമാണ്, നല്ല കാര്യമാണ്. മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു സിദ്ദീഖ് എന്ന് അള്ളാഹിന്റെ റസൂൽ കൊടുത്ത ലഖബാണ്. അപ്പിമീട്ട പേര് അബൂബക്കർ അല്ലേ? അള്ളാഹിന്റെ റസൂലാണ് ഏത് കൊടുത്തത്? ലഖബ് കൊടുത്തത്, സ്ഥാനപ്പേര് കൊടുത്തു. എന്ത്? സിദ്ദീഖ്. അതിനൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, ഞാൻ വിശദീകരിക്കാൻ എന്നാൽ കുറേ സമയം പോകും. അബൂബക്കർ സിദ്ദീഖ് എന്നറിയപ്പെടുന്നു. ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വാപ്പട്ട പേര് ഉമറാണ്, അള്ളാഹുവിന്റെ റസൂലാണ് കൊടുത്തത് അൽ ഫാറൂഖ്. ഫാറൂഖ് ലഖബാണ്. ഫാറൂഖ് സത്യത്തെയും അസത്യത്തെയും വേർതിരിച്ച വ്യക്തിത്വം എന്ന പേരിൽ ഫാറൂഖ് എന്നറിയപ്പെട്ടു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന് നൽകപ്പെട്ട ലഖബായിരുന്നു ദുന്നൂറൈൻ. രണ്ട് പ്രകാശത്തിന്റെ ഉടമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ രണ്ട് മക്കളെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് വിവാഹം കഴിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരാൾ മരിച്ചപ്പോൾ അടുത്ത ആളെ കല്യാണം കഴിച്ചു, റുഖിയ്യ ബീവി ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹ. രണ്ടാളും മരിച്ചു. രണ്ടാളും മരിച്ച സാധാരണഗതിയിൽ, ഞാൻ സാന്ദർഭികമായിട്ട് പറയുന്നത്, സാധാരണഗതിയിൽ ഒരു അമ്മോശാക്ക് എന്താ പറയാ, ഇനി എന്തായാലും ഓന് കെട്ടിച്ചു കൊടുത്തുകൂടാന്നാ പറയാ. കാരണം കെട്ടിച്ചു കൊടുക്കണോ ഒക്കെ എൻ്റെ പിന്നിലായ മരിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂല് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല രണ്ടാമത്തെ ജനാസയും അടക്കം ചെയ്തു. തിരിച്ചു പോരുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ, എനിക്ക് മൂന്നാമത്തെ ഒരു മോളുണ്ടായിരുന്നുവെങ്കിൽ നിനക്ക് തന്നെ ഞാൻ തരുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ദുന്നൂറൈൻ വന്നത് ആ രണ്ട് മക്കള്, അള്ളാഹുവിന്റെ റസൂലിന്റെ രണ്ട് പ്രകാശം, ആ രണ്ട് മക്കള് ദുന്നൂറൈൻ. അലി റളിയല്ലാഹു തആല അൻഹുവിന് അബൂ തുറാബ് എന്ന് നബി പേരിട്ടു. അബൂ തുറാബ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി നോക്കുമ്പോൾ ഫാത്തിമ ബീവിനോട് എന്തൊക്കെ ചൊടിച്ചിട്ട് സൗന്ദര്യപ്പണക്കം എന്തുണ്ടായിട്ട് പള്ളിയിൽ പോയി കിടക്കുകയാണ്. പള്ളിയിൽ പോയി കിടക്കുമ്പോൾ ഇങ്ങനെ വന്നു, സംഭവം അന്വേഷിച്ച് നോക്കുമ്പോൾ പള്ളിയിൽ പോയി വന്നിട്ടില്ല, അവിടുന്ന് ഇറങ്ങിപ്പോയതാണ് എന്ന് പറഞ്ഞു. അള്ളാഹിന്റെ റസൂൽ പോയി നോക്കി, എവിടെ മരുമകൻ? പള്ളിയിൽ പോയി, മദീനത്തെ പള്ളി, അന്ന് മണൽ വിരിച്ച പള്ളിയല്ലേ, അവിടെ കിടന്ന് ഉറങ്ങിയിരിക്കണ്. ഉറങ്ങിയപ്പോൾ ശരീരത്തിൽ നിന്ന് ഡ്രസ്സൊക്കെ നീങ്ങിയിട്ട് പള്ളിയിലെ മണലൊക്കെ ആയി, മണ്ണൊക്കെ ആയിന്. അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ പോയിട്ട്, മോനെ അലി, എനിക്ക് എന്തൊരു കിടത്താതെ മേലൊക്കെ മണ്ണായല്ലോ, ഖും യാ അബാ തുറാബ്. തുറാബിന്റെ അബൂ തുറാബ് എഴുന്നേൽക്ക്. അള്ളാഹുവിന്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹുവിന് ആ വിളി ഭയങ്കര ഇഷ്ടമായിരുന്നു. അള്ളാഹിന്റെ റസൂൽ വിളിച്ചാണ്, അവിടുന്ന് ഒരു ചീത്ത പേര് വിളിക്കൂലല്ലോ. അതുപോലെ തന്നെ ഒരുപാട് സ്വഹാബിമാർക്ക് അങ്ങനെ പേരുകളുണ്ട്. ഉസാമത്ത് ബിൻ സയ്യിദ്, ഉസാമ റളിയല്ലാഹു തആല അൻഹു അൽ ഹിബ്ബ് ബിൻ അൽ ഹിബ്ബ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയാറുണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവൻ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന വളർത്തുപുത്രന്റെ മോനാണ് ഉസാമ. രണ്ടാൾക്കും അൽ ഹിബ്ബ് എന്നാണ് പറഞ്ഞത്, അൽ ഹിബ്ബ് ബിൻ അൽ ഹിബ്ബ്. ഹംദല റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഗസീലുൽ മലായിക എന്നാണ് അറിയപ്പെട്ടത്. ഗസീലുൽ മലായിക, കാരണം ഉഹദ് യുദ്ധത്തിന് പോകുമ്പോൾ ജനാബത്തുകാരനായിട്ട് കല്യാണം കഴിഞ്ഞതിന്റെ ഇണയുടെ കൂടെ കിടക്കുന്ന അവസരത്തിലാണ് വിളിയാളം വരുന്നത്, സ്വർഗം, യുദ്ധം എന്നൊക്കെ. പാഞ്ഞു പോയി, കുളിച്ചിട്ട് മുടിയില്ല, ജനാബത്തുകാരനായിരുന്നു. മലക്കുകൾ ജനാസ കുളിപ്പിച്ചു എന്നാണ്. ഗസീലുൽ മലായിക. ജഅഫർ റളിയല്ലാഹു തആല അൻഹു തയ്യാർ എന്നാണ് അറിയപ്പെടുന്നത്. മുഅത്തത്ത് യുദ്ധത്തിൽ അള്ളാഹുവിന്റെ റസൂല് പിന്നെ കൊടി പിടിക്കാൻ വേണ്ടിയിട്ട് നേതാക്കളായിട്ട് പറഞ്ഞയച്ച കൂട്ടത്തിൽ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ ഒരു കൊടി പിടിച്ചുയർത്തപ്പോൾ ആ കൈ വെട്ടി മുറിച്ചു. അടുത്ത കൈയിൽ കൊടി പിടിച്ചു, ആ കൈയും വെട്ടിമുറിച്ചു. രണ്ട് കൈ ഉറുക്കി പിടിച്ച്, രണ്ട് കൈയും നഷ്ടപ്പെട്ട ജഅഫർ സ്വർഗത്തിലേക്ക് ഇരു ചിറകുകളോടുകൂടെ പറന്നു പോകുന്നു എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്. അങ്ങനെ പല പേരുകൾ, നല്ല നല്ല പേരുകൾ ഒരുപാട് ആളുകൾ. ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു സൈഫുല്ലാഹിൽ മസ്ലൂൽ എന്നാണ് അറിയപ്പെടുന്നത്. സൈഫുല്ലാഹ്, അള്ളാഹുവിന്റെ ഊരപ്പെട്ട വാള്, ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ലഖബാണത്. അതുപോലെ തന്നെ ധാരാളം സഹാബിമാർ ഇങ്ങനെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അതൊക്കെ നല്ല നല്ല പേരുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഭാര്യമാരെ മൊത്തം അവർക്കുള്ള ലഖബാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ. ഓരോരുത്തരെ പറയുമ്പോൾ ഉമ്മുൽ മുഅ്മിനീൻ എന്ന് പറയും, മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ്, ഖുർആൻ നൽകിയതാണ്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ ഉമ്മമാരാണ്. അല്ലാഹ് പറഞ്ഞതാണത്. ആസ്ഥാന പേര് എന്നറിയപ്പെടുന്നുണ്ട് മഹദിയായ അസ്മാ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിൽ ഒളിച്ചിരിക്കെ ഭക്ഷണം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കെട്ടാൻ നോക്കുമ്പോൾ വായ മൂടിക്കെട്ടാൻ, വെള്ളപ്പാത്രം മൂടിക്കെട്ടാൻ ഒന്നും കാണുന്നില്ല. അവസാനം ഉടുത്ത ഡ്രസ്സ് രണ്ട് കഷ്ണമാക്കിയിട്ട് ഒന്നുടുത്ത് മറ്റേതുകൊണ്ട് ഈ വെള്ളപ്പാത്രത്തിൻ്റെ വായ മൂടിക്കെട്ടാൻ ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ദാത്തുന്നിത്താഖൈൻ എന്ന പേരിൽ അവരറിയപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ നല്ല നല്ല ഉത്തമമായ സ്ഥാനപ്പേരുകളും പ്രത്യേകമായ ഇരട്ട പേരുമൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ നൽകിയവരുണ്ട്.
അങ്ങനെ നൽകപ്പെട്ട ആളുകൾക്ക് അത് വിളിക്കാവുന്നതും പറയാവുന്നതും ഒക്കെ തന്നെയാണ്. കാരണം അതൊന്നും ആർക്കും ഇഷ്ടമല്ലാത്തതല്ല. അതേ അവസരത്തിൽ ഇത് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. എല്ലാവർക്കും അറിയാം, ഓരോരുത്തർക്കും ഉണ്ടാവും ഓരോ കുറ്റപ്പേര്. ആ കുറ്റപ്പേരിൽ വിളിക്കണത് അയാൾക്ക് ഇഷ്ടമുണ്ടാവില്ല. ചില ആൾക്കാർ പറയും എന്നെ അങ്ങനെ വിളിച്ചോട്ടെ, എനിക്ക് ഇഷ്ടമെന്നൊക്കെ പറയും. പക്ഷേ അയാളോടൊന്ന് സ്വകാര്യമായിട്ട് ചോദിച്ചു നോക്കി, നിങ്ങളിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? ഇഷ്ടമല്ലെങ്കിൽ പിന്നെ വിളിക്കരുത്. ഇഷ്ടമല്ലെങ്കിൽ വിളിക്കരുത്. അതാണ് അതിൻ്റെ മാനദണ്ഡം. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പേരുകൾ കൊണ്ട് നിങ്ങൾ പരസ്പരം കുത്തിപ്പറയരുത്. വലാ തനാബസൂ ബിൽ അൽഖാബ് ബിഇസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. അല്ലാഹു അതിൻ്റെ ഗൗരവം പറയാണ്. ബിഇസൽ ഇസ്മ്, ഒരു പേര് എത്ര ചീത്തയാണ്. അൽ ഫുസൂഖ്, തെമ്മാടിത്തത്തിൻ്റെ പേര് എത്ര ചീത്തയാണ്. ബഅദൽ ഈമാൻ, വിശ്വാസം വന്നതിൻ്റെ ശേഷം. അവിടെ രണ്ട് വ്യാഖ്യാനമുണ്ട്. ഒരു വ്യാഖ്യാനം, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച് നിങ്ങൾ പിന്നീട് അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഫിസ്ക് നിങ്ങൾ അയാളിൽ ചാർത്തുന്നത് എന്തിൻ്റെ പേരിലാണ്, അത് എത്ര ചീത്തയാണ് എന്ന് ഒരു വ്യാഖ്യാനം. മറ്റൊരു വ്യാഖ്യാനം, നിങ്ങൾ മുഅ്മിനായി കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ നിങ്ങൾ മറ്റൊരാളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ പേര് മാറി, നിങ്ങൾ ആരായി? ഫാസിഖായി. അപ്പം നമ്മൾ ഒരാളെക്കുറിച്ച് കുറ്റപ്പേര് വിളിച്ചാൽ വിളിച്ച ഞാൻ ആരായി? ഫാസിഖായി എന്നാണ് അള്ളാഹു പറയുന്നത്. ഫാസിഖായി, തെമ്മാടിയായി. പിന്നെ അതിൻ്റെ ഗൗരവം പറയുന്നു, വമല്ലം യതുബ്, ആര് പശ്ചാത്തപിച്ച് മടങ്ങുന്നില്ലയോ. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഒരാൾ ഫാസിഖാകുക എന്ന് പറയുമ്പോൾ തന്നെ കബീറത്താണ്. മിൻ കബായിരിൽ ദുനൂബി, കണ്ടോ, വഅന്ന മുനാബസതുഹും ബിൽ അൽഖാബി കുല്ലുഹാ മിൻ കബായിരിൽ ദുനൂബി. വൻപാപാണിത്. ഇത് വൻപാപാണ്. വൻപാപങ്ങൾ തൗബ ചെയ്യാതെ പൊറുക്കൂല. തൗബ ചെയ്യണം വൻപാപങ്ങളിൽ നിന്ന്. ചെറുദോഷങ്ങളൊക്കെ നമ്മുടെ അമലുകൾ കൊണ്ട്, ചെറിയ ചെറിയ അമലുകൾ കൊണ്ടൊക്കെ പൊറുക്കപ്പെടും. അതേ അവസരത്തിൽ വൻപാപങ്ങൾ ഉണ്ടെങ്കിൽ അത് ഓർത്ത് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുക തന്നെ ചെയ്യണം. ശിർക്കും അതിൽ പെടുന്നു. ശിർക്കും പശ്ചാത്തപിച്ചാൽ അള്ളാഹു തആല പുറത്തു കൊടുക്കും. അപ്പോൾ ശിർക്കും അല്ലാത്ത പാപങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരാൾ തൗബ ചെയ്യാതെ മരിച്ചുപോയി, ശിർക്ക് ചെയ്തിട്ട് മരിച്ചുപോയാൽ കാലാകാലം നരകത്തിലാണ്. നേരെ മറിച്ച് മറ്റു പാപങ്ങൾ അള്ളാഹുവിന് ഒരു വേള എന്ത് ചെയ്യാം? പുറത്തു കൊടുക്കാം, പുറത്തു കൊടുക്കാതിരിക്കാം. അതാണ് ശിർക്ക് പൊറുക്കൂല എന്ന് പറയുന്നത്. ചില ആളുകൾ തെറ്റിദ്ധരിക്കലുണ്ട്, ശിർക്ക് പൊറുക്കൂല എന്നല്ലേ, പിന്നെ എങ്ങനെ ഇനിയിപ്പോൾ തൗബ ചെയ്തിട്ടുള്ള കാര്യം? തൗബ ചെയ്താൽ പൊറുക്കാത്ത ഒരു പാപമില്ല. തൗബ കൊണ്ട് പൊറുക്കപ്പെടാത്ത ഒരു പാപമല്ല. അള്ളാഹുവിന് സന്താനങ്ങളുണ്ട് എന്ന് പറയുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യം. അത് പറഞ്ഞ ആളുകളെ കുറിച്ച് പോലും വിശുദ്ധ ഖുർആൻ പറഞ്ഞിടത്ത് പറഞ്ഞത് അഫലാ യതൂബൂന ഇലല്ലാഹ് വയസ്തഗ്ഫിറൂനഹു, അവർക്ക് അള്ളാഹുവിലേക്ക് കയറിച്ചു മടങ്ങിക്കൂടെ, അവനോട് പൊറുക്കലിനെ ചോദിച്ചൂടെ എന്നാണ്. അപ്പൊ തൗബ കൊണ്ട് പൊറുക്കപ്പെടാത്തൊരു പാപമില്ല. അതുകൊണ്ട് ഇവിടെ പറയണം, ആരുടെയെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചോ, മരിക്കുന്നതിന്റെ മുമ്പ് ഉടനെ വമല്ലം യതുബ്, ആര് പശ്ചാത്തപിച്ചു മടങ്ങുന്നില്ലയോ, ഫഉലൈക കൂട്ടർ ഹും, അവർ തന്നെയാണ് അല്ലാലിമൂൻ, അക്രമികൾ. അപ്പം ലാലിമാണ്, ഫാസിഖാണ്, ലാലിമാണ് ആര്? മറ്റൊരാളെ ഇരട്ട പേര് വിളിക്കുന്നവൻ. ഇത് എല്ലാവരും മനസ്സിലാക്കുക, വളരെ ഗൗരവമാണ്. അത് നമ്മുടെ കുടുംബത്തിലാവട്ടെ, വീട്ടിലാവട്ടെ, അയൽവക്കത്തിലാവട്ടെ, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരെ കുറിച്ചാവട്ടെ, ആരെക്കുറിച്ചാവട്ടെ, ഒരാളെക്കുറിച്ച് അങ്ങനെയുള്ള അയാളിലെ വൈകല്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടാണല്ലോ പലപ്പോഴും ഏതിലേക്കെങ്കിലും ഒന്ന് കണക്ട് ചെയ്തിട്ടാണല്ലോ എന്ന് പറയാം. അയാൾക്കത് ഇഷ്ടമല്ലാത്തൊരു കാര്യം അങ്ങനെ പറയരുത്. അതേ അവസരത്തിൽ ഇപ്പോൾ ഹദീസിൻ്റെ ഒക്കെ ഗ്രന്ഥങ്ങളിൽ ചിലരെക്കുറിച്ച് അത് അവർക്ക് അങ്ങനെ ആ കാലഘട്ടത്തിൽ അങ്ങനെ എല്ലാവർക്കും പേരിടുന്നതാണ്. അതൊരു കുറ്റപ്പേരായിട്ടോ ഒരാളെ നിന്ദിക്കാനായിട്ടോ പരിഹസിക്കാനായിട്ടോ ഇട്ട പേരുകളല്ല. അതുകൊണ്ട് തന്നെ പഴയ കാലത്തുള്ള പല പേരുകളിലും കെൽബ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഗോത്രം തന്നെ കിലാബ് ഗോത്രമല്ലേ? കിലാബ് ഗോത്രം, എന്താ കിലാബ് എന്ന് പറഞ്ഞാൽ നായ്ക്കളെന്നല്ലേ? കിൽബ് എന്ന് പേരുള്ള ആളില്ലേ? അതേപോലെ തന്നെയുള്ള പിന്നെ പല ആളുകളെക്കുറിച്ചും അവരെ വേർതിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ട് അയറജ് എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? മൊടന്തൻ എന്നാണ്. അഴ്മ, അങ്ങനെ പറഞ്ഞാലേ അറിയുള്ളൂ. ഒരാളെ തിരിച്ചറിയാൻ വേണ്ടി, അയാളെ നിന്ദിക്കാൻ വേണ്ടിയല്ല. എത്ര പറഞ്ഞിട്ട് ഒരാളെ മനസ്സിലായില്ലെങ്കിൽ, നമുക്കൊരാളെ ഇൻസൾട്ട് ചെയ്യൽ ഉദ്ദേശമേ ഇല്ലാതെ ഒരാളെ തിരിച്ചറിയാൻ അത് പറയലേ വകുപ്പുള്ളൂ എങ്കിൽ അങ്ങനെ പറയുന്നത് ജായിസാണ് എന്നാണ്. അപ്പം എന്തുദ്ദേശത്തിലാണ് പറഞ്ഞത് എന്നൊക്കെ അതൊക്കെ അവിടെ കണക്കുണ്ടല്ലോ. അതൊക്കെ ഇപ്പം എവിടുന്ന കൂലി? നമ്മളാരുമല്ലല്ലോ കൊടുക്കുന്നത്. അത് കൂലി ഹൊമൈ അമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ ശർറൻ യറാ എന്നൊക്കെ പറഞ്ഞാൽ അത് അവിടെ അല്ലേ? അതിൻ്റെ എല്ലാം റഹ്മാനായ റബ്ബിനറിയാലോ. അപ്പം അതുകൊണ്ട് ആ നിലക്കാകുമ്പോൾ അത് വിരോധമില്ല, അല്ലെങ്കിൽ ഒരിക്കലും അത് പറയാൻ പാടില്ല. ഇതാണിപ്പോൾ ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത്. രണ്ടാമതായി വൈരുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ, നേരത്തെ പറഞ്ഞു. ഹുമസത്തും ലുമസത്തുമായി നടക്കുന്നവർക്കാണ് സർവനാശം, എല്ലാവർക്കും നാശമാണ്. വൈരുന്ന് പറഞ്ഞാൽ വാദി ജഹന്നം എന്ന് വ്യാഖ്യാനം കൊടുത്ത ചില പണ്ഡിതന്മാരുണ്ട്. ജഹന്നമിലെ ഒരു ഭാഗമാണ്, ഒരു ഭാഗം, സ്പെഷ്യൽ ഒരു ഭാഗം, നരകത്തിലെ ഒരു സ്പെഷ്യൽ ഭാഗത്തിനാണ് അതികാഠിന്യമുള്ള ശിക്ഷകൾ നടക്കുന്ന ഒരു ഭാഗത്തിൻ്റെ പേരാണ് വൈല് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. മൊത്തത്തിൽ
അവർക്ക് സർവനാശം, അതികഠിനമായ നാശം അവർക്കുണ്ട്. അപ്പോൾ ഈ വിധത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിക്കൂടാ. കാരണം അതൊക്കെ വരുന്നത് മറ്റൊരാളെ നിന്ദ്യനാക്കുകയും നിസ്സാരനാക്കുകയും ചെയ്യുന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ടത് പാടില്ല. ഈ 2 ആയത്തുകളാണ് ഇപ്പോൾ തൽക്കാലം ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി സാമ്പിളായിട്ട് ആമുഖത്തിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ഇനി ഹദീസുകളിലേക്ക് പ്രവേശിക്കാം. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال بحسب امرئ من الشر أن يحقر أخاه المسلم رواه مسلم رحمه الله. മഹാനായ സ്വഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ബിഹസ്ബി ഇംറിഇൻ മിനശ് ശർരി, ഒരു മനുഷ്യന് ഷർറായിട്ട് മതി. ബിഹസ്ബി ഇംറിഇൻ, ഒരു മനുഷ്യന് മതി. എന്ത്? മിനശ്ശർരി, ഷെറ് വരാൻ, ഒരാൾ ഷെറായി തീരാൻ, ഒരാളിൽ നിന്ന് ഷെറ് വന്ന് അയാൾ നരകത്ത് പോകാൻ എന്ത് മതി? അൻ യഹ്ഖിറ അഖാഹുൽ മുസ്ലിം, തൻ്റെ മുസ്ലിമായ സഹോദരനെ നിന്ദിച്ച് സംസാരിച്ചാൽ മതി. തൻ്റെ മുസ്ലിമായ സഹോദരനെ നിന്ദിക്കൽ തന്നെ മതി ഒരാൾ ആരായി തീരാൻ? ഷെറായ മനുഷ്യനായി തീരാൻ. ഒരാളിൽ ഷെറുണ്ടാകാൻ വേറെ ഒരുപാട് പാപങ്ങളൊന്നും ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഇതന്നെ ഉണ്ടായാൽ മതി. ഒരാളെ നിന്ദിച്ച് നിസ്സാരാക്കി സംസാരിക്കും ഉണ്ടെങ്കിൽ അത് തന്നെ മതി. അപ്പോൾ അത് വളരെ ഗൗരവത്തോടുകൂടെ ഇസ്ലാം എടുത്തു പറഞ്ഞു. ആ നിസ്സാരമാക്കലും സംസാരത്തിൽ വരെ ഉണ്ടാകുമെന്നാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, നീ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ കവിൾ തിരിച്ച് സംസാരിക്കരുത്. അതൊരാളെ മൈൻഡ് ചെയ്യാത്തതിൻ്റെ അടയാളാണ്. മുഖത്ത് നോക്കി സംസാരിക്കണില്ല, ഞാൻ വേറെ ഒടുക്കൽ നോക്കി സംസാരിക്കണം. വലാ തുസഇർ ഖദ്ദക ലിന്നാസ്, കവിൾ കൂട്ടി സംസാരിക്കുക, മുഖം തിരിച്ച് സംസാരിക്കുക. ഒരാളോട് അയാളുടെ നേരല്ലേ സംസാരിക്കേണ്ടത്. അയാളെ മൈൻഡ് ചെയ്യുന്നില്ല, കേൾക്കണമെങ്കിൽ കേട്ടോട്ടെ എന്ന മട്ടിൽ വേറെ ഒടുക്കൊക്കെ നോക്കിയിട്ട് സംസാരിക്കുക. അതൊരാളെ ഇൻസൾട്ട് ചെയ്യലാണ്, ഒരാളെ നിസ്സാരനാക്കലാണ്. ഞാൻ അയാളെ വകവെച്ചിട്ടില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് അതുവരെ സൂക്ഷിക്കാൻ ഇസ്ലാം പറഞ്ഞല്ലോ, വലാ തുസഇർ ഖദ്ദക ലിന്നാസ് എന്ന് പറയുന്നത് വരെ ആ നിസ്സാരത വന്നു പോകരുത് എന്ന നിലക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിന്ദ്യതയുടെ, ഒരാളെ നിസ്സാരനാക്കുന്നതിൻ്റെ ഒരു അടയാളവും ഉണ്ടാവരുത് എന്ന് കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. അടുത്ത ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആണ് ഉദ്ധരിക്കുന്നത്. വഅൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു عن النبي صلى الله عليه وسلم قال لا يدخل الجنة من كان في قلبه مثقال ذرة من كبر فقال رجل إن الرجل يحب أن يكون ثوبه حسنا ونعله حسنة فقال إن الله جميل يحب الجمال الكبر بطر الحق وغمط الناس رواه مسلم رحمه الله. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരിക്കുന്നു, ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. നമ്മൾ സാധാരണ കേൾക്കുന്ന ഹദീസാണ്. സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല. മൻ, ഒരുത്തൻ. ആരാണവൻ? കാന ഫീ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ട്, അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിട്ടുണ്ട് മിസ്ഖാലു ദർറത്തിൻ മിൻ കിബിരിൻ. കിബർ ഒരുപാട് വേണമെന്നില്ല, മിസ്ഖാലു ദർറ, ഒരു ദർറത്തോളം. മിസ്ഖാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെയിറ്റ്, ഭാരമാണ്, അളവാണ്. കിബിറിൽ നിന്ന് ഒരു അണുത്തൂക്കം എന്നാണ് നമ്മൾ പറയുക. ദർറത്ത് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ അതിനെ ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ അത് പ്രയോഗിച്ചിട്ടുണ്ടല്ലോ, ഹമയാമൽ മിസ്ഖാല ദർറത്തിൻ എന്നുള്ളിടത്തൊക്കെ. അവിടെയൊക്കെ വ്യാഖ്യാതാക്കൾ പറയുന്നത് എന്താണ്? എന്താ ഈ ദർറത്ത്? ഒരു ദർറത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാൻ പോലും കഴിയൂല. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് അങ്ങനെ കാണാനും തൊടാനും ഒന്നും നമുക്ക് കഴിയാത്തൊരു സാധനമാണ് ദർറത്ത്. ഓട്ടവെയിലൂടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവേണ്ടതാണ്. നമ്മുടെ ബിൽഡിങ്ങിനോ അല്ലെങ്കിൽ വെയിൽ വരുന്നിടത്തൊരു തുളയുണ്ടെങ്കിൽ ആ തുളയിലൂടെ അങ്ങനെ സൂര്യപ്രകാശം വരുമ്പോൾ അതിലേക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാം പൊടിപടലങ്ങൾ ഇങ്ങനെ കിടന്ന് ഇളകുന്നത് കാണാം. അതിലെ ഒന്നാണ് ദർറത്ത്. അതിലത്തെ ഒന്ന് എങ്ങനെ ഇപ്പം നമ്മൾ വേർതിരിച്ചെടുക്കുക? കാഴ്ചക്ക് ഇങ്ങനെ കാണും ഒന്ന്. എത്ര നിസ്സാരാണത്! ഏറ്റവും ചെറിയ കുഞ്ഞുറുമ്പിൻ്റെ കുഞ്ഞു കാലോളം എന്നാണ് ദർറത്തിന് അങ്ങനെ അർത്ഥം കൊടുത്തവരുണ്ട്. ദർറത്തിന് അങ്ങനെയും ഭാഷയിൽ അർത്ഥമുണ്ട്. നംലത്തിൻ്റെ ഒരു ഉറുമ്പിൻ്റെ കുഞ്ഞു ഉറുമ്പ് എന്ന് പറഞ്ഞാൽ കുഞ്ഞുറുമ്പാണ്. കുഞ്ഞുറുമ്പിൻ്റെ കാലുകൾ, അതിൽ തന്നെ ഏറ്റവും ചെറിയ കുഞ്ഞിക്കാല്, ഇത് കാണാൻ മാത്രമല്ല. അപ്പം അത്രത്തോളം ഒരാളുടെ ഹൃദയത്തിൽ കിബറുണ്ടായാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല, അല്ലാഹുവിൻ്റെ റസൂൽ. അപ്പോൾ ഒരാൾ ചോദിച്ചു, ഒരു സഹാബി ചോദിക്കുകയാണ്, ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസന, ഒരു മനുഷ്യൻ ഇഷ്ടപ്പെടുന്നു പ്രവാചകരെ, അൻ യകൂന ആയിത്തീരാൻ, സൗബുഹു അവൻ്റെ വസ്ത്രം, ഹസനൻ മനോഹരമായി തീരാൻ ഒരാൾ ഇഷ്ടപ്പെടുന്നു. ഒരാൾ നല്ല ഡ്രസ്സ് ധരിക്കുന്നു, നല്ല മനോഹരമായ ഭംഗിയുള്ള വസ്ത്രം ധരിക്കാൻ ഒരാൾ ഇഷ്ടപ്പെടുന്നുണ്ട്. വനഅലുഹു ഹസനത്തൻ, അയാൾ ധരിക്കുന്ന പാദരക്ഷ, ചെരുപ്പ്. നഅല് എന്ന് പറഞ്ഞാൽ എന്താണ്? പാദരക്ഷ, ചെരുപ്പ്. നഅല് അതിൻ്റെ ബഹുവചനമാണ് നിആല്. നിആല് സൗബിൻ്റെത് സിയാബ്, അസ്വാബ് എന്നൊക്കെ പറയും. അയാളുടെ ചെരുപ്പ് നന്നായി തീരാൻ അയാൾ ആഗ്രഹിക്കുന്നു. അപ്പം നല്ല ഡ്രസ്സും നല്ല പാദരക്ഷയൊക്കെ ധരിച്ചിട്ട് അയാൾ നടക്കുക.
അപ്പോൾ അയാളെ കാണുമ്പോൾ അവൻ്റെ ഒരു കിബർ കണ്ടില്ലേ, അങ്ങനെ അത് കിബറാവൂന്നാ ചോദ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിനെന്താ, അതൊന്നും കിബറല്ല, അതല്ല കിബർ. ഇന്നല്ലാഹ ജമീൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും ഭംഗിയുള്ളവനാണ്, അല്ലാഹു നല്ല സൗന്ദര്യമുള്ളവനാണ്, അല്ലാഹു സുന്ദരനാണ്. ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, സൗന്ദര്യം അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. നല്ല വൃത്തിയിലും വെടിപ്പിലും നല്ല അലങ്കാരത്തിലൊക്കെ നടക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അപ്പം നല്ലൊരു വസ്ത്രം ധരിച്ചു, നല്ല ചെരുപ്പിട്ടു, അതൊന്നും ഒരു വെറുപ്പുള്ള കാര്യമല്ല. മാത്രമല്ല, അള്ളാഹുവിൻ്റെ നിഅമത്ത് ഒരടിമക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അയാളുടെ ശരീരത്തിൽ പ്രകടമായി കാണുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നാണ്. അപ്പോൾ അത് അഹങ്കാരത്തോടു കൂടെയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നീ സാധാ ഡ്രസ്സ് ഇട്ടിട്ടും കാര്യമില്ലല്ലോ, അതുണ്ടാകാൻ പാടില്ല. എനിക്ക് അള്ളാഹു തന്ന നിഅമത്താണ്, ഞാൻ നല്ല ഡ്രസ്സ് ധരിക്കുന്നു, അത് വേറൊരാളെ കാണിക്കാനും മറ്റുള്ളവരുടെ അടിയിൽ പോകുമ്പോൾ ഞാൻ ഭയങ്കര ഉഷാറാണ്, എല്ലാവരുടെ ഇടയിൽ ഞാൻ മറ്റുള്ളവരൊക്കെ പോക്കാണ്, അതേപോലെ നല്ല ഡ്രസ്സില്ലാത്തവനൊക്കെ മോശമാണ്, ഞാൻ ഭയങ്കര ഉഷാറാണ്, എല്ലാവരും നോട്ട് ഓക്കെയാണ്, ഞാൻ മാത്രം ഓക്കെയാണ്, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പോകുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അത് അതോറിറ്റി അവിടെ തീരുമാനിക്കും അത് കിബറോടെയാണോ അല്ലേ. അപ്പം അതുകൊണ്ട് അതൊന്നുമല്ല കിബർ. പിന്നെന്താ കിബർ? അൽ കിബറു, കിബർ എന്ന് പറഞ്ഞാൽ ബത്തറുൽ ഹഖി, സത്യത്തെ നിരാകരിക്കലാണ്. ബത്തറുൽ ഹഖി, ഹഖിനെ നിരാകരിക്കലാണ്, തള്ളിക്കളയലാണ്. സത്യം അംഗീകരിക്കാൻ കൂട്ടാക്കുക. എത്ര മനസ്സിലാക്കി കൊടുത്താലും ആ സത്യം പിന്നെയും വളച്ചൊടിച്ച് പിന്നെയും നുണയെ പറയും. അതാണ് അഹങ്കാരിയുടെ ലക്ഷണം, അതാണ് കിബർ. വഗംതിന്നാസ്, ജനങ്ങളെ അവൻ നിന്ദിക്കുകയും ചെയ്യലാണ്. സത്യത്തോടും വെറുപ്പ്, സത്യം പറയുന്നവരോട് പുച്ഛം, അതാണ് കിബർ. അല്ലാതെ ഒരാൾ നല്ല ഡ്രസ്സിട്ട് നടക്കുന്നു, നല്ല ചെരുപ്പിട്ട് നടക്കലൊന്നുമല്ല കിബർ എന്ന് പറയുന്നത്. ഇതൊരാളിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതാണ് സമൂഹത്തിൽ ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള കിബർ. ഇബ്ലീസിന് വരെ ഉണ്ടായത് അതാണ് ആദ്യം കിബർ. ആദമിനെന്താ അന്തപത്ര ആളെ മോശാക്കുക, ഹക്കിനെ തള്ളിക്കളയുക. ധാരാളം ഉദാഹരണങ്ങൾ ചരിത്രത്തിലുണ്ടല്ലോ. ഏതെല്ലാം വിധത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് അഹങ്കരിച്ചവർക്കൊക്കെ ഇതാണ് ഉണ്ടായി തീർന്നിട്ടുള്ളത്. അവർ സത്യത്തെ നിരാകരിക്കും, അതുപോലെ തന്നെ ആ സത്യം പറയുന്നവരെ അവർ പുച്ഛിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് ഒരാളെ നിന്ദ്യനായി കാണുന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് അത് പാടില്ല. അതാണ് ഈ ഹദീസ് ഈ അധ്യായത്തിൽ ഉൾക്കൊള്ളിക്കാനുള്ള കാരണം. അടുത്ത ഹദീസ്, അടുത്തതും മൂന്നാമത്തതും അവസാനത്തതുമായ ഹദീസ് ഈ അധ്യായത്തിൽ. وعن جندب بن عبد الله رضي الله عنه قال قال رسول الله صلى الله عليه وسلم قال رجل والله لا يغفر الله لفلان فقال الله عز وجل من ذا الذي يتألى علي أن أغفر لفلان فإني قد غفرت له وأحبطت عملك رواه مسلم رحمه الله. വളരെ ഗൗരവത്തോടു കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. മഹാനായ സഹാബി ജുൻദുബ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഖാല റജുലുൻ, ഒരാൾ പറഞ്ഞു, മറ്റൊരാളുടെ സംസാരം മധ്യേ പറയാണ്. അതുപോലെ ബലകമായ വേറൊരു ഹദീസ് അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൂടെ നമ്മൾ പറയുമ്പോൾ കാര്യം വ്യക്തമാവും. ഒരാൾ പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പദത്തിൻ്റെ അർത്ഥം പറയാണ്. ഖാല റജുലുൻ, ഒരാൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? വല്ലാഹ്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ലാ യഗ്ഫിറുല്ലാഹു ലിഫുലാനിൻ, ഒരാളെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു, ഇന്നാലിന്ന വ്യക്തിക്ക് അള്ളാഹു പൂർത്തു കൊടുക്കുകയില്ല. സത്യം ചെയ്തിട്ട് പറയണത് ഇന്ന ആൾക്ക് അള്ളാഹു പൂർത്തു കൊടുക്കുകയില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അതിന് പിന്നെ മറുപടി, അതിൻ്റെ പ്രതികരണം അള്ളാഹിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫഖാലല്ലാഹു അസ്സ വജല്ല, അള്ളാഹു തആലയാണ് പിന്നെ അതിൻ്റെ പ്രതികരണം. റബ്ബിൻ്റെ പ്രതികരണം എന്താ ഉണ്ടായത്? മൻ ദല്ലദീ യതഅല്ലാ അലയ്യ, ആരുണ്ടടോ യതഅല്ലാ അലയ്യ, എൻ്റെ കാര്യത്തിൽ സത്യം ചെയ്ത് പറയാൻ. തഅല്ലാ, തഅല്ലാ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹലഫ, സത്യം ചെയ്തു. തഅല്ലാ, തഅല്ലാ യതഅല്ലാ. മൻ ദല്ലദീ, ആരുണ്ട്? ആയത്തുൽ കുർസിയിൽ പഠിച്ച ഭാഗല്ലേ, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു, അല്ലാഹുവിൻ്റെ അടുക്കൽ റെക്കമെൻഡ് പറയാൻ ധൈര്യപ്പെടുന്നവൻ ആരുണ്ട്? ഇല്ലാ ബിഇദ്നിഹി, റബ്ബിൻ്റെ പെർമിഷൻ അല്ലാതെ. അപ്പം മൻ ദല്ലദീ, ആരുണ്ട്? യതഅല്ലാ അലയ്യ, എൻ്റെ മേൽ സത്യം ചെയ്ത് പറയാൻ, എൻ്റെ കാര്യത്തിൽ സത്യം ചെയ്ത് പറയാൻ ആർക്കാ ധൈര്യം? ആരുണ്ട്? അതിന് ആർക്കാ അതിന് അവകാശം? എന്താ സത്യം ചെയ്തിട്ട് പറയണത്? അന്നഗ്ഫിറ ലിഫുലാൻ, ഞാനൊരാൾക്ക് പുറത്തു കൊടുക്കൂലാന്ന് എൻ്റെ കാര്യത്തിൽ സത്യമിട്ട് പറയാൻ ആർക്കാ അധികാരം? ആരാ അങ്ങനെ പറഞ്ഞത്? എന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഫഇന്നി ഖദ് ഗഫർതു ലഹു, അള്ളാഹ് അറിയിച്ചത് എന്താണെന്നറിയോ? തീർച്ചയായും ഞാൻ ഖദ് ഗഫർതു ലഹു, ആ മനുഷ്യന് പുറത്തു കൊടുത്തിരിക്കുന്നു. ആർക്ക്? ഈ പറയപ്പെട്ട ആൾക്ക്, അയാൾക്ക് ഞാൻ പുറത്തു കൊടുത്തിരിക്കുന്നു. വഅഹ്ബത്തു അമലക, നിന്റെ അമൽ ഞാൻ പൊളിക്കുകയും ചെയ്തിരിക്കുന്നു, നിന്റെ അമൽ ഞാൻ ബാത്തിലാക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിപ്പോൾ ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസാണ്. ഇതിൻ്റെ കുറച്ചുകൂടി ഒരു വിശദീകരണം നമുക്ക് മനസ്സിലാക്കുവാൻ
അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അപ്പോൾ കാര്യം വളരെ വ്യക്തമാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്ത ചരിത്രമാണ്. കാന റജുലാനി ഫീ ബനി ഇസ്രായീൽ മുതവാഖിയൈനി. ബനി ഇസ്രായേലിലെ രണ്ട് സഹോദരങ്ങൾ ഉണ്ടായിരുന്നു, രണ്ടാളുകൾ, രണ്ട് വ്യക്തികൾ. അള്ളാഹുവിൻ്റെ റസൂലിൽ പറഞ്ഞു കൊടുക്കുകയാണ്, ബനി ഇസ്രായേലിൽ നടന്ന സംഭവമാണ്. ഇസ്രായേൽ മക്കളിൽ രണ്ടാളുകൾ, അവർ വളരെ സൗഹാർദ്ദത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. ഫകാന അഹദുഹുമാ യുദ്നിബു. രണ്ടിൽ ഒരാളുടെ പ്രശ്നം എന്താണ്? അയാൾ ഇടക്കിടക്ക് ഇങ്ങനെ തെറ്റൊക്കെ ചെയ്യും. അയാൾ പലപ്പോഴും ജീവിതത്തിൽ പല തെറ്റുകളും ഇങ്ങനെ ചെയ്യുന്ന ആളാണ്. വല്ലാഹറു മുജ്തഹിദുൻ ഫിൽ ഇബാദ. മറ്റേ ആളോ ഇബാദത്തിൽ വളരെ ശ്രദ്ധിക്കുന്ന, അതിൽ കഠിനാധ്വാനം ചെയ്ത് ഇബാദത്ത് എടുക്കുന്ന ആളാണ്. ഒരു തെറ്റും വരാതെ നോക്കി ഇബാദത്തിൻ്റെ കാര്യത്തിലൊക്കെ വളരെ കണിശത എല്ലാം ഉള്ള ഒരാളാണ്. നല്ല ആബിദാണ് ഒരാൾ. മറ്റേ ആളോ ആബിദൊക്കെ തന്നെയാണ്, പക്ഷേ അയാൾ ഇടക്കിടക്ക് എന്ത് ചെയ്യും? അയാളെടുത്ത് ഓരോ തെറ്റുകൾ ഇങ്ങനെ വരും. അങ്ങനെ ഫകാനൽ മുജ്തഹിദു ലാ യസാലു യറൽ ആഖറ അല ദംബി. ഈ ഇബാദത്തിൽ നല്ല എപ്പോഴും താല്പര്യത്തോടെ അധ്വാനിക്കുന്ന ഈ ആബിദ് ഈ മനുഷ്യനെ ഇടക്കിടക്ക് ഇങ്ങനെ തെറ്റുകളിൽ കാണുമ്പോൾ ഒക്കെ പറയും അഖ്സിർ. അയാളോട് പറഞ്ഞു കൊടുക്കും, എടാ വിട്ടു നിൽക്കരുന്ന്, ഇനി മാറ്, ഇങ്ങനെ ചെയ്യല്ലേ. ഫവജദഹു യൗമൻ അലാ ദംബിൻ. പിന്നെ അയാൾ തെറ്റ് ചെയ്യുന്നത് വീണ്ടും അയാൾ കണ്ടപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു അഖ്സിർ, ഇങ്ങനെ ചെയ്യല്ലേ. പിന്നെയും പറഞ്ഞു. അപ്പൊ ദേഷ്യം പിടിച്ചിട്ട് ഇയാൾ പറഞ്ഞു, മറ്റേ ആൾ പറഞ്ഞു ഫഖാല ഖല്ലിനി വറബ്ബി. എന്നെ എൻ്റെ റബ്ബിനെ അവരെ പാട്ടിന് വിടുന്നു. അബുഇസ്ത അലയ്യ റഖീബ. എൻ്റെ കാര്യത്തിൽ നിരീക്ഷകനായിട്ട് നിന്നെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടോ? ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത്? നിന്റെ പിന്നാലെ സൈക്കിൾ എടുത്തു കൂടി എന്നെങ്ങനെ പിന്നാലെ നടന്ന് ഇങ്ങനെ എൻ്റെ കാര്യം നോക്കാൻ നിന്നെ ആരാ ഏൽപ്പിച്ചത്? ഞാനും എൻ്റെ റബ്ബുമായിട്ടുള്ളത് ഞങ്ങളായിക്കോളാം, ഞങ്ങളെ വിട് എന്നീ മനുഷ്യൻ പറഞ്ഞു. ഫഖാല. അപ്പോൾ ഈ വ്യക്തി പറഞ്ഞ വാക്കാണ് വല്ലാഹി ലാ യഗ്ഫിറുല്ലാഹു ലക്. അല്ലാഹനെ തന്നെയാണ് സത്യം, അല്ലാഹു നിന്നോട് പൊറുക്കൂല. ഔ അല്ലെങ്കിൽ ഇങ്ങനെയാണ് പറഞ്ഞത് ലാ യുദ്ഖിലുക അല്ലാഹുൽ ജന്ന. അല്ലാഹു നിന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിക്കൂല. ഫഖബല അർവാഹുമാ ഫജ്തമഅ ഇൻദ റബ്ബിൽ ആലമീൻ. രണ്ടാളുടെയും റൂഹ് പോയി, മരണം നടന്നു. മരണപ്പെട്ടതിൻ്റെ ശേഷം റഹ്മാനായ റബ്ബിൻ്റെ അടുക്കൽ അവർക്കിനി വരാൻ പോകുന്ന വിചാരണയല്ലേ, ഇസ്ലാമികമായിട്ട് പല കാര്യങ്ങളും അന്ന് വരാൻ പോകുന്നത് നേരത്തെ അള്ളാഹുവിൻ്റെ റസൂൽ അറിയിച്ചു തന്നില്ലേ? പല വിഷയത്തിലും അങ്ങനെ തന്നെയല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ റബ്ബിൻ്റെ ചോദ്യം, അകുൻത ബി ആലിമ ഔ കുൻത അലാ മാ ഫി യദി ഖാദിറ. നിനക്ക് എൻ്റെ കാര്യത്തിൽ വിധി പറയാൻ നിനക്കെന്താ അധികാരം? അള്ള പൊറുക്കൂല എന്ന് പറയണമെങ്കിൽ അള്ളാന്റെ മീത ഇവൻ ഹാക്കിമായില്ലേ? അള്ളാന്റെ കാര്യം സത്യമൊക്കെ ചെയ്ത് തീരുമാനിക്കാൻ നീ ആരാണ്? നിനക്കതിന് ആരാണ് അധികാരം തന്നത്? അതിനുള്ള കഴിവ് നിന്റെ കയ്യിലുണ്ടോ? നിനക്കതിനെക്കുറിച്ച് അറിയാമോ? ഞാൻ പുറത്തു കൊടുക്കൂലേ എന്ന് നിനക്കറിയാമോ? എന്നിട്ട് പറഞ്ഞതാണ്, തെറ്റ് ചെയ്ത ആ മനുഷ്യനോട് പറയുകയാണെന്ത്, നീ പോയിക്കോ, നീ സ്വർഗത്തിൽ കടന്നോ, ബിറഹ്മതീന്ന്. എൻ്റെ കാരുണ്യം മുഖേന അള്ളാഹു അവൻ്റെ റഹ്മത്ത് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ എന്ത് ചെയ്യും? പുറത്തു കൊടുക്കുമല്ലോ. നേരത്തെ പറഞ്ഞത് പറക്കരുത്, ശിർക്കല്ലാത്തവർക്ക് അള്ളാഹു പുറത്തു കൊടുത്തേക്കാം. ശിർക്ക് ചെയ്തിട്ട് ഒരാൾ തൗബയില്ലാതെ മരിച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് വിശുദ്ധ ഖുർആനിൽ 2 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. ശിർക്ക് ഒരിക്കലും അള്ളാഹു പുറത്തു കൊടുക്കൂല. അതേ അവസരത്തിൽ വയഗ്ഫിറു, അവൻ പൊറുക്കും, മാ ദൂന ദാലിക, ശിർക്കല്ലാത്ത പാപങ്ങൾ, ലിമൻ യശാഊൻ, എല്ലാവർക്കും അല്ല, അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. അതിന് പാരാ ചോദ്യം ചെയ്യാൻ? ഈ വ്യക്തിക്ക് എൻ്റെ റഹ്മത്ത് കൊണ്ട് നിനക്ക് സ്വർഗം കിട്ടിയിരിക്കുന്നു. മറ്റവനോട് മറ്റേ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞതെന്താണ്? ഇദ്ഹബൂ ബിഹി ഇലന്നാർ, നരകത്തിലേക്ക് കൊണ്ടുപോകും. നരകമാണ് അയാൾക്ക് കിട്ടുന്നത്. എന്താ ഇവിടെ പ്രശ്നം? എന്തെത്ര വൻപാപമായി മാറിയതെന്താ? റഹ്മാനായ റബ്ബിൻ്റെ വിശാലമായ റഹ്മത്തിനെ അതിൽ തീരുമാനം പറഞ്ഞു ഒരു നിസ്സാരനായ അടിമ, റബ്ബിൻ്റെ മുമ്പിൽ നിസ്സാരനായ ഒരു അടിമ, കേവലം റബ്ബിൻ്റെ ഒരു സൃഷ്ടിയായ അടിമ അള്ളാൻ്റെ കാര്യത്തിൽ തീരുമാനം പറഞ്ഞു. അള്ളാഹ് പൊറുക്കൂല എന്നോട്. നമ്മളങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. കാരണം ഒരാൾക്ക് എപ്പോഴാണ് മാറ്റം വരിക? ഒരാൾ മരിക്കുന്നതിൻ്റെ മുമ്പ് അയാൾ തൗബ ചെയ്യോ, അയാൾക്ക് മാറ്റം വരുമോ എന്നൊന്നും ഒരാളെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല. ഒരാളെക്കുറിച്ചും പറയാൻ പറ്റില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കാലഘട്ടത്തിൽ പറയപ്പെട്ടിരുന്നു, ഖത്താബിൻ്റെ കഴുത മുസ്ലിമായാൽ പോലും ഉമർ മുസ്ലിം ആവില്ല. കാരണം അത്ര പോക്കിരിയായിരുന്നു, ഗജ പോക്കിരിയായിരുന്നു. ആളുമറിയില്ലേ? ആർക്കാ മാറ്റം വന്നുകൂടാത്തത്? മാറ്റം ആർക്കും സംഭവിക്കാം. അതുകൊണ്ട് നമുക്ക് തീരുമാനം പറയാൻ പറ്റൂല. അതുകൊണ്ട് നീ ഒന്നും ഒരിക്കലും നന്നാവില്ലടാ, നീ ഒരിക്കലും ഗുണം പിടിക്കൂല, നിനക്കൊന്നും ഒരു കാലത്തും സ്വർഗം കിട്ടൂല, നീ ഒന്നും ഒരിക്കലും സ്വർഗത്തിൽ പോകില്ല, നീ നരകത്തിന്റെ വിറക് കൊള്ളി തന്നെയാണടാ, നീ അങ്ങനെ തന്നെയാണ്. നീ അള്ളാഹ് നിന്നോട് ഒരിക്കലും പൊറുക്കൂല. ഞാൻ പുറത്താലും അള്ളാഹ് നിന്നോട് പൊറുക്കൂല. ഒന്നും പറയാൻ പാടില്ല. അള്ളാഹിന്റെ കാര്യത്തിൽ തീരുമാനം പറയാൻ നിസ്സാരനായ നമ്മളാര്? അത് പറഞ്ഞപ്പോൾ അവനാണ് എനിക്ക് തോന്നിയത്, അയാൾ നല്ലതായി, അപ്പം ഞാൻ ഭയങ്കര ഉഷാറാണ്, ഇബാദത്തിലൊക്കെ ഭയങ്കര ആബിദാണ് ഇദ്ദേഹം. എന്തായിട്ടുണ്ട്? ഉജ്ബ് കടന്നുകൂടി മനസ്സിൽ. ഉജ്ബ് കടന്നുകൂടി ഞാനാണ് ഭയങ്കര ഉഷാറെന്ന് വന്നാൽ പിന്നെ വേറുള്ളവരൊക്കെ എൻ്റെതായല്ലേ, അപ്പോൾ ആൾ നിസ്സാരനായി.
അപ്പോൾ തഹരീം ഇഹ്തിഖാറുൽ മുസ്ലിം, മുസ്ലിമിനെ നിന്ദിക്കുന്ന സ്വഭാവം വന്നുപോയി. അള്ളാഹ് നേരെ അങ്ങോട്ട് തിരിഞ്ഞു. പറഞ്ഞോന് നരകം, പറയപ്പെട്ട വ്യക്തിയോ സ്വർഗം. അപ്പം അതുകൊണ്ട് അതുണ്ടാവരുത്. അമലാണ് പൊളിഞ്ഞു പോകും എന്നാണ് ഇപ്പോൾ പറയുന്നത്. അമല് പൊളിഞ്ഞു പോകുന്ന മുഹ്ബിതാത്തുൽ അഅ്മാൽ, അഅ്മാലുകൾ പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ നമ്പറിട്ട് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിൽപ്പെട്ട ഒരു കാര്യമാണ് അത്തഅല്ലി അലല്ലാഹ്. അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തിട്ട് ഇങ്ങനെ പറയാം, കൊടുത്തു കൊടുക്കൂല എന്നൊക്കെ. റബ്ബിൻ്റെ കാര്യത്തിൽ നമ്മളാണ് തീരുമാനം എടുത്ത്, നമ്മളാണ് വിധി പറയാൻ. പറയാൻ എന്താ അധികാരം? അതുകൊണ്ട് ആ ഹദീസും വളരെ ഗൗരവത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്ന സന്ദേശം ഇതാണ്. ഈ 3 ഹദീസുകളാണ് നമുക്ക് ഈ വിഷയത്തിൽ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി ഈ അധ്യായത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഏതായിരുന്നാലും വളരെ ഗൗരവമുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് കേട്ടുകഴിഞ്ഞത്. ഓരോന്നും നമ്മുടെ മനസ്സിൽ നിലനിർത്തുകയും നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയും ചെയ്യുക. സാധാരണഗതിയിൽ ഇന്ന് യാതൊരു പ്രശ്നവുമല്ലാത്ത കാര്യമായി മാറിയിരിക്കുകയാണ് ട്രോളുകൾ എന്നാണ് ഇപ്പോൾ അറിയപ്പെടുക. അത് നിലക്കാത്തൊരു പ്രവാഹമായിട്ടിന്ന് മാറിയിട്ടുണ്ട് എല്ലാ മേഖലയിലും. അപ്പോൾ ആ നിലക്കുള്ള കാര്യങ്ങൾ വളരെ ഗൗരവമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇരട്ടപ്പേരുകൾ പറയൽ, കുറ്റപ്പേരുകൾ പറഞ്ഞ് ആ രൂപത്തിൽ കുറവാക്കൽ, അങ്ങനെയുള്ള കാര്യം, ഒരാൾ ഫാസിഖാവാൻ അത് മതി, ലാലിമാവാൻ അത് മതി എന്നൊക്കെ നമ്മൾ കേട്ടു. അഹങ്കാരത്തിൻ്റെ കണികയെങ്കിലും ഉണ്ടായി പോകുന്നവർക്കാണ് മറ്റുള്ളവരെ നിസ്സാരമാക്കൽ തോന്നൽ. അതുകൊണ്ട് എന്താണ് അഹങ്കാരം എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരാളെക്കുറിച്ച് നമ്മൾ ആശ മുറിഞ്ഞ് സംസാരിക്കരുത്. ഒരു കാര്യം റബ്ബിൻ്റെ കാര്യത്തിൽ നമ്മൾ കൈയിട്ടിട്ട് സംസാരിക്കരുത്. റബ്ബാണ് തീരുമാനിക്കുന്നത്. അതൊക്കെ തിരിഞ്ഞു വരും, നേരെ ഉൾട്ടയായി നമ്മിലേക്ക് അതൊക്കെ മടങ്ങി വരും. അതിൻ്റെ ശിക്ഷകളിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നേരറിയാനും അറിഞ്ഞ നേരെ അനുസരിച്ച് പ്രവർത്തിക്കുവാനുമുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ ദുസ്വഭാവങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണ്ണമായും ശിഫ നൽകുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് മഗ്ഫിറത്തും ജന്നത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജഹന്നമിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. اللهم صل على محمد وعلى آل محمد. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.